നമസ്കാരം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ഖത്തറിനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഹമാസിന് ഖത്തർ അഭയം കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ വെടിനിർത്തൽ ചർച്ചകൾ അത് ഹമാസ് അട്ടിമറിക്കുന്നത്. അവരുടെ എല്ലാവിധ സംവിധാനങ്ങളും അതുപോലെ തന്നെ അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അവർക്ക് ഖത്തറിൽ നിന്ന് നടത്താൻ കഴിയുന്നു. ഖത്തർ അഭയം കൊടുത്തിരിക്കുന്നു. ഖത്തർ പിടിച്ച് പുറത്താക്കണം, അതോടുകൂടി ഹമാസ് തീർന്നു എന്നാണ് അമേരിക്ക പറഞ്ഞത്. സമാനമായ രീതിയിൽ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലും ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഹമാസിന്റെ നേതാക്കന്മാരെ മുഴുവൻ ഒളിപ്പിച്ചിരിക്കുന്നത് ഖത്തറാണ്. ഖത്തർ ഹമാസിനെ പിടിച്ച് പുറത്താക്കാൻ തയ്യാറാകണം, അതുപോലെ തന്നെ ഒളിപ്പിച്ചു വെച്ച ഹമാസ് നേതാക്കന്മാരെ കാണിച്ചു തരണം, എല്ലാത്തിനും ഉത്തരവാദി ഖത്തറാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം മിടുക്കുകൊണ്ട് ഒരു ബന്ദിയെ പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത, സമാധാനം കൊണ്ടുവരണമെന്ന്, അതായത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിന് ആഗ്രഹമുണ്ട്. എന്നാൽ ലോകത്ത് വേറെ ഒരു രാജ്യത്തിനും ഇടപെടാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ഖത്തർ ഇടപെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഖത്തറിന്റെ ഒരു ഇടപെടൽ അത് ഇസ്രായേലിന് ഗുണം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നേരത്തെ ഇസ്രായേൽ ഖത്തറിനെതിരെ പറഞ്ഞത്. ഇപ്പോഴിതാ അമേരിക്കയും പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇവിടെ അമേരിക്ക പറഞ്ഞ ഉടൻ തന്നെ അമേരിക്ക വിഴുങ്ങിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് കാര്യമാക്കണ്ട എന്ന ഒരു നിലപാടിലേക്ക് അമേരിക്ക ഇപ്പോൾ മാറിയിരിക്കുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, തൊട്ടപ്പുറത്ത് ഇറാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഹമാസിനെ ഖത്തർ പുറത്താക്കുകയാണെങ്കിൽ എല്ലാവിധ സൗകര്യവും ഞങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നാണ് ഇറാൻ പറഞ്ഞത്. ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ പക്കൽ നല്ല രീതിയിലുള്ള ആയുധങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹമാസിനെ സഹായിക്കാൻ ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോ രാജ്യങ്ങളിൽ നിന്നും പുതിയ സംഘങ്ങൾ യുദ്ധമുഖത്തേക്ക് വരികയാണ്. ഇപ്പോൾ ബഹ്റൈനിൽ നിന്നും പുതിയ ഒരു വിഭാഗം ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇന്നും അവർ ടെല്ലവീവിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് ഹമാസിനെ എല്ലാ നിലക്കും ഇറാൻ സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആവശ്യമുള്ള ആയുധങ്ങളും കൊടുക്കുന്നുണ്ട്. അതേസമയം പരസ്യമായി ഞങ്ങളാണ് ഹമാസിനെ സഹായിക്കുന്നത്, ഞങ്ങളാണ് ആയുധങ്ങൾ കൊടുക്കുന്നത് എന്ന് ഇവിടെ ആരും സമ്മതിച്ചിട്ടില്ല. മാത്രമല്ല ഞങ്ങളെ ഇറാൻ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട് എന്ന് ഹമാസും പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലൊരു സാഹചര്യം, അതായത് എല്ലാത്തിനും ഒരു മറയുണ്ട്. ഈ മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതെല്ലാവർക്കും വ്യക്തമാണ്. എന്നാൽ ഇറാൻ വളരെ കൃത്യമായി ഇപ്പോൾ പറയുന്നു, ഹമാസിനെ ഞങ്ങൾ സംരക്ഷിക്കും, ഹമാസിന് ഞങ്ങൾ അഭയം കൊടുക്കും എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക പറഞ്ഞതെല്ലാം വിഴുങ്ങി. മാറി നിന്നാണ് ഇപ്പോൾ ഇറാൻ സഹായിക്കുന്നത് ഹമാസിനെ. അതിന്റെ ഒരു കടപ്പാട് ഹമാസിന് എന്തായാലും ഇറാനോടുണ്ട്. ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഒക്കെ ഇവിടെ ഹമാസിനെ സഹായിക്കുന്നതിന് വേണ്ടി, ഫലസ്തീനെ സഹായിക്കുന്നതിന് വേണ്ടി ഇറാൻ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ആയുധങ്ങളും കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇറാന്റെ അജണ്ടയായിരിക്കാം ഇസ്രായേലിനെ ഇല്ലാതാക്കുക, അമേരിക്കയെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കെട്ടുകെട്ടിക്കുക എന്നുള്ളത് ഇറാന്റെ അജണ്ടയായിരിക്കാം. ഇവിടെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ആ വിഷയത്തിൽ ഇറാൻ ഇടപെട്ടത് തന്നെ ഇറാന്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കാം. എന്തോ ആവട്ടെ, നേരത്തെ രഹസ്യമായിട്ടാണ് ഇറാൻ നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ പരസ്യമായി ഇറാൻ നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു സൂചനയാണ്, ഒരു സന്ദേശമാണ് ഹമാസിനെ ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞതിലൂടെ ഇവിടെ വ്യക്തമായിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, അങ്ങനെ ഹമാസിനെ ഇറാൻ ഏറ്റെടുത്താൽ ഇറാന്റെ ചില അജണ്ടകൾ നടപ്പിലാക്കുന്നതിനു കൂടി ഹമാസ് ഒരുപക്ഷെ ഇറാനെ സഹായിക്കേണ്ടി വരും. അതായത് പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല, കൂടുതൽ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് പോകും. നിലവിൽ ഫലസ്തീൻ സ്വതന്ത്രമാവണം, അധിനിവേശം അവസാനിപ്പിക്കണം, വെടിനിർത്തൽ ശാശ്വതമാകണം തുടങ്ങിയിട്ടുള്ള ചില ഡിമാൻഡുകളാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇനി ഇറാൻ പറയുന്ന ചില ഡിമാൻഡുകൾ കൂടെ ഇവിടെ ഹമാസ് പറയാൻ തുടങ്ങും. ഇതുവരെ ഇറാൻ അത്തരത്തിലൊരു ഡിമാൻഡ് കൃത്യമായി പറഞ്ഞിട്ടില്ല. പറഞ്ഞത് അമേരിക്ക ഗൾഫ് മേഖലകളിൽ നിന്നും അമേരിക്ക പോകണം, അവരുടെ താവളങ്ങൾ ഇവിടെ പാടില്ല, അവരുടെ സൈനിക സാന്നിധ്യം ഇവിടെ പാടില്ല എന്ന് മാത്രമാണ് ഇറാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. മറ്റെന്തെങ്കിലും ഇറാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഇറാൻ കൃത്യമായി കാര്യങ്ങൾ ചിന്തിച്ച് ചില കാര്യങ്ങൾ തീരുമാനിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെന്താണെന്നുള്ളത് അവർ തുടക്കം കുറിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും ഇത്തരത്തിൽ ഇറാൻ ഒരു ഇടപെടൽ നടത്തിയതോടുകൂടി അമേരിക്കക്ക് കാര്യങ്ങൾ മനസ്സിലായി. തൽക്കാലം ഹമാസിന്റെ ആളുകൾ ഖത്തറിൽ തന്നെ നിന്നോട്ടെ, ഖത്തറിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് ഖത്തറെങ്ങാനും അത്തരത്തിലൊരു കാര്യം ചെയ്താൽ, അതായത് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും ഞങ്ങളില്ല, ചർച്ചയ്ക്കും ഞങ്ങളില്ല
എന്നൊരു തീരുമാനമെടുത്താൽ ഹമാസിന്റെ ആളുകൾ ഇറാനിലേക്ക് പോകും. പിന്നീട് കാര്യങ്ങൾ മൊത്തത്തിൽ കൈവിട്ടു പോകും. ഇപ്പോൾ പറയാൻ ഒരു ഖത്തറെങ്കിലും ഉണ്ട്, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമെങ്കിലും ഉണ്ട്. അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും എതിരായി ഖത്തറൊന്നും ചെയ്യില്ല. ഹമാസിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഖത്തറിനുണ്ട്, മറ്റൊരു രാജ്യത്തിനും അതില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് വിഴുങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോഴും ഹമാസിനെ തീവ്രവാദ ഗ്രൂപ്പ്, ഫലസ്തീനിലെ തീവ്രവാദ ഗ്രൂപ്പ് എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീവ്രവാദ ഗ്രൂപ്പ് പ്രയോഗം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവർ തീവ്രവാദ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഹമാസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ശാശ്വതമായ വെടിനിർത്തൽ തീവ്രവാദ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു, അതുകൊണ്ട് വെടിനിർത്തൽ ചർച്ചകൾ അവസാനിച്ചു, അത് തൽക്കാലം നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. ശാശ്വതമായി വെടിനിർത്തൽ വേണം, സമാധാനം വേണമെന്ന് ആവശ്യപ്പെടുന്നവൻ തീവ്രവാദി. എന്നാൽ ഞങ്ങൾ 1.5 മാസം വെടിനിർത്താം, അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഫലസ്തീനിൽ ബോംബിട്ട് നശിപ്പിക്കും, സാധാരണക്കാരെ മുഴുവൻ കൊന്നുതള്ളും എന്ന് പറയുന്ന ഇസ്രായേൽ വളരെ നല്ല കുട്ടികൾ, മാന്യന്മാർ. അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അമേരിക്ക അതിനേക്കാൾ നല്ല കുട്ടികൾ, ഏറ്റവും നല്ല മാന്യന്മാർ. ഇത്തരത്തിലൊരു നിലപാട് ഇവിടുത്തെ പാശ്ചാത്യ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഹമാസിനെ തീവ്രവാദികളാക്കാനും ഭീകരവാദികളാക്കാനും ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാട്ടം നടത്തി അവസാനം ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അത് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അതുപോലെ തന്നെ ഞങ്ങളെ ആക്രമിക്കരുത്, ഞങ്ങൾ ഇവിടെ ഒന്ന് സ്വസ്ഥമായി ജീവിച്ചോട്ടെ, ഇത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം, അധിനിവേശം അവസാനിപ്പിക്കണം എന്ന കാര്യം പറയുന്നവരെ തീവ്രവാദികളാക്കുക. ഇതെന്ത് നിലപാടാണ്, ഇതെന്ത് മാധ്യമ പ്രവർത്തനമാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ ഇവിടെ പാശ്ചാത്യ മാധ്യമങ്ങൾ മാത്രമല്ല നമുക്കിടയിലുമുണ്ട്. അതുപോലെ തന്നെ ഹമാസിനെയും അതുപോലെ മറ്റ് ഹമാസിനെ സഹായിക്കുന്ന സംഘങ്ങളെയും ഒക്കെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും മുദ്രകുത്തി അടച്ചാക്ഷേപിക്കുന്ന ചില വിഭാഗങ്ങൾ. എന്തായാലും അത്തരക്കാരെ കൂടെ തിരിച്ചറിയണം, എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇവിടെ ഇറാൻ എങ്ങാനും ഹമാസിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലായിരിക്കില്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് അമേരിക്കക്ക് കുറച്ച് വൈകിയാണെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊരു നല്ല ലക്ഷണമാണ്. കാരണം അങ്ങനെ ഹമാസിനെ ഏറ്റെടുക്കാനുള്ള കാര്യം ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. എന്തായാലും ഇതൊക്കെയാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന വെടിനിർത്തൽ ചർച്ചകൾ. ഇവിടെ ഹമാസ് ആ വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിച്ചു എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം ഇതാണ്. അതുപോലെ തന്നെ തീവ്രവാദികൾ തുടർച്ചയായി വെടിനിർത്തൽ അട്ടിമറിക്കുന്നു, അതുപോലെ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാൻ അവർ തടസ്സം നിൽക്കുന്നു തുടങ്ങിയ പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.